രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം. സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടില്ല. ആരെങ്കിലും പിന്നെ വരരുതെന്നോ മറ്റോ നിർദ്ദേശമോ കൈവശങ്ങളോ? പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി, ചില മാധ്യമങ്ങൾക്ക് ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമ സമ്മേളനം നടത്തിയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്തും ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആളാണ് ഞാൻ. ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത്, ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ 18ാമത്തെ വയസ്സിൽ ജയിലിൽ പോയ ആളാണ് ഞാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം, എനിക്ക് യാതൊരു വിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല. മാത്രമല്ല, എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ്. ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാം. ഒരു കാര്യം ഈ ഞാനൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി ഇപ്പോഴും ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകനെന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല എങ്കിലും മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ്. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനുമായി ബൂത്തുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, പ്രായഭേദമന്യേ ചെറുപ്പക്കാർ തൊട്ട് നന്നായി നടക്കാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ വരെ ബൂത്തിൽ കയറുന്ന സമയമാണ്. ആ സമയത്ത് ഓരോരുത്തരും ബൂത്ത് ക്യാമ്പയിൻ നടത്തുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, ചുവരെഴുതുന്നു. അതുപോലെ തന്നെ സമരങ്ങൾ, ഏറ്റവും ശക്തമായ സമരങ്ങൾ. ഇന്ന് പോലും KSUവിൻ്റെ DG ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുന്നു. സമര നേതാക്കന്മാരെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ അതിശക്തമായ ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈബർ മേഖലയിലും ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തകരോടുള്ള എൻ്റെ മുൻകാലങ്ങളിൽ പദവികളിൽ ഇരിക്കുമ്പോഴും ഞാനങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകൾ കൊടുക്കുന്ന ഒരാളല്ല, എന്ന് വെച്ചാൽ ഉത്തരവുകൾ കൊടുക്കുന്ന ഒരാളല്ല. എന്നും പ്രവർത്തകനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പം എനിക്കൊരു പ്രവർത്തക നിലയിലുള്ള അഭ്യർത്ഥന, എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. സസ്പെൻഷൻ കാലത്ത് താൻ ഒരു നേതാവിനെയും കണ്ടിട്ടില്ല, സ്വാധീനിക്കുന്നതിന് വേണ്ടി ഒരു നേതാവിനെയും കണ്ടിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എങ്കിൽ പോലും താൻ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. നേതൃത്വത്തെ ധിക്കരിച്ചു എന്നുള്ള രീതിയിൽ
വാർത്ത നൽകുന്നത് ഉചിതമല്ല. സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിക്ക് വിധേയനായിട്ട് തുടരുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു നേതാവിനെയും സസ്പെൻഷൻ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ കാണാൻ താൻ ശ്രമിച്ചിട്ടില്ല. താൻ മൗനം പാലിച്ചിട്ടില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കപ്പെടുകയും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെയും മാധ്യമങ്ങളോട് വിശദമായി സംസാരിച്ച ഒരു വ്യക്തിയാണ് താൻ. അന്വേഷണം തനിക്കെതിരെ നടക്കുന്നതിൽ ഒരു രീതിയിലുള്ള ആനുകൂല്യവും താൻ പ്രതീക്ഷിക്കുന്നില്ല. നേരത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് സമരങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നതിൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. ഇന്ന് രാവിലെ നിയമസഭയിൽ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക ബ്ലോക്കായിട്ട് അവിടെ ഇരുന്നിരുന്നു. അതിനുശേഷം നിയമസഭയിൽ നിന്ന് പുറത്ത് ഇറങ്ങി നിയമസഭയ്ക്ക് പുറത്തുള്ള വഴിയിലൂടെ യാത്ര പോകുമ്പോൾ SFI പ്രവർത്തകർ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പോലീസ് ഇടപെട്ടാണ് വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടത്. ആ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചത്. തനിക്കെതിരായിട്ടുള്ള ആരോപണത്തിൻ്റെ പിറകെ താൻ ഒരു മൗനത്തിലേക്കും പോയിട്ടില്ല. താൻ മൗനത്തിലാണ് എന്ന് പറയുന്നത് ഉചിതമല്ല. തനിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം മുന്നോട്ട് വരട്ടെ. പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അതിന് മറുപടി കൃത്യമായിട്ട് നൽകിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് താൻ മുന്നോട്ട് പോകും. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളൊരവസ്ഥയാണെങ്കിൽ പോലും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് താൻ മുന്നോട്ട് പോകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തില്ല. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായിട്ട് ചേരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ മാധ്യമങ്ങളുമായിട്ടുള്ള സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് സൂര്യഗായത്രി? MS പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു മടങ്ങുകയല്ലാതെ ഈ ആരോപണത്തിലൊന്നും തന്നെ രാഹുൽ ഒരു മറുപടിയും പറഞ്ഞില്ല. അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് രാഹുൽ മടങ്ങുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തരത്തിലും പാർട്ടിയെ ധിക്കരിക്കാനോ ലംഘിക്കാനോ താൻ ശ്രമിച്ചിട്ടില്ല എന്ന് രാഹുൽ പറയുന്നു. എപ്പോഴും ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് തന്നെയാണ് ഇരിക്കുക. മരിക്കുമ്പോഴും ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായിട്ട് തന്നെയാണ് മരിക്കുക എന്നുള്ളത് പറയുന്നു. ഇന്നിപ്പോൾ സസ്പെൻഷനിലായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അത്തരത്തിലൊരു വ്യക്തി പെരുമാറേണ്ടതെന്ന് സംബന്ധിച്ചൊക്കെ തനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വ്യക്തിപരമായിട്ട് ഒരു നേതാക്കളെയും കാണാൻ താൻ ശ്രമിച്ചില്ല എന്നുള്ള കാര്യം പറയുന്നു. പരിപൂർണമായി ഇപ്പോഴും താൻ ഒരു പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടി പ്രവർത്തകനാണ് എന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത്. മറ്റൊന്ന്, ഈ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് എന്ന് പറഞ്ഞാണ് ആരോപണങ്ങളിൽ മറുപടി പറയാതെ രാഹുൽ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നത്. അതിൽ രാഹുൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം സർക്കാരിനെതിരെ സമരം നടത്തി പ്രതിഷേധം നടത്തി ജയിലിൽ പോയ ഒരു വ്യക്തിയാണ്. സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് എതിരെയുള്ള അന്വേഷണത്തിൽ തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മൾ പറയുന്നത് പോലെ താൻ ഒരിക്കലും മൗനത്തിലായിരുന്നില്ല ഈ സമയങ്ങളിലൊന്നും എന്നുള്ളത് കൂടി രാഹുൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതിലൊക്കെ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ വീണ്ടും പൊതുമണ്ഡലത്തിൽ സജീവമാകുന്നതിന്റെ സൂചന തന്നെയാണെന്ന് ഇപ്പോൾ നിയമസഭയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം വരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തില്ല എന്നുള്ള സൂചനകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് UDF നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ സഭയിൽ എത്തുമെന്നുള്ളത് ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നിയമസഭ തുടങ്ങിയ ആദ്യ ദിനം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നു, സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അടുത്ത ദിവസം മുതൽ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സമ്മേളന കാലയളവ് കഴിഞ്ഞതിന് ശേഷം പാലക്കാട് തന്റെ മണ്ഡലത്തിൽ സജീവമാകാനും രാഹുൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ വീണ്ടും തന്റെ ആ ഒരു വിശ്രമ ജീവിതം അവസാനിപ്പിച്ച് പൊതുമണ്ഡലത്തിലേക്ക് സജീവമാകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെ വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അടക്കമുള്ള പ്രതികരണം ഇനിയിപ്പോൾ നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുലിനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. UDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് രാഹുലിന്റെ സഭയിൽ പങ്കെടുക്കാം എന്നുള്ള ചില അയവ് വരുത്തിയപ്പോഴും പ്രതിപക്ഷ നേതാവ് തന്റെ കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും സഭയിൽ രാഹുൽ എത്തിയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം രാഹുൽ വീണ്ടും സജീവമാകുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ എന്താണ് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും രാഹുൽ വീണ്ടും പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെ വേണം ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ.
ശരി, സൂര്യഗായത്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു ഇളം നീല കുപ്പായം ധരിച്ചുകൊണ്ട് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത്, അതിനുശേഷം പുറത്തിറങ്ങിയത്, അതിനുശേഷം SFI പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാഹനം തടഞ്ഞത്, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ടത്. ആ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ സൂര്യഗായത്രി നൽകിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയന്നിട്ടില്ല, സഭാകമ്പമില്ലാതെ സഭയിലേക്ക് സഭയിലിരുന്നു എന്ന് മാത്രമല്ല, പുറത്തിറങ്ങിയപ്പോൾ തടയാൻ ശ്രമിച്ച SFI പ്രവർത്തകരോട് കലഹിക്കുകയോ കാർക്കശ്യത്തിൽ സംസാരിക്കുകയോ ചെയ്യാതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. പോലീസ് ഇടപെട്ട് വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം കാറിൽ നിന്ന് ഇറങ്ങി എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ക്യാമറകൾക്കും മൈക്കുകൾക്കും ഇടയിൽ നിൽക്കുന്നു, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ ദൃശ്യങ്ങൾ പ്രകാരം പറയാൻ കഴിയും. ആ രീതിയിൽ പൊതുസമൂഹത്തിൽ താൻ ഇറങ്ങി നടക്കാൻ പോകുന്നു, നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് പുറത്ത് തെരുവിൽ ഒക്കെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പോകുന്നു എന്നുള്ള സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നു എന്ന് വേണം കരുതാൻ. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ നിയമസഭയിൽ വന്നു പോകരുത് എന്ന് പരോക്ഷമായിട്ടുള്ള നിർദ്ദേശവും ഭീഷണിയും മുടക്കുമ്പോൾ അതിലുപരിയായിട്ട് അവിടെ വരിക തന്നെ ചെയ്യുമെന്നുള്ള സൂചന നൽകുന്ന രീതിയിലാണ് ഇന്നത്തെ സഭാപ്രവേശവും. അതിനുശേഷം പൊതുസ്ഥലത്ത് മാധ്യമങ്ങളുടെ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു, താൻ ആരെയും ഭയക്കുന്നില്ല, ഹൂ കെയേഴ്സ് എന്നുള്ളത് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം നാളെയും ഇനിയുള്ള ദിവസങ്ങളിലും നിയമസഭയിൽ വരാൻ പോകുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാരനായിട്ടാണ് താൻ ഇപ്പോഴും ഉള്ളത്, സസ്പെൻഡ് ചെയ്യപ്പെട്ടുവെങ്കിലും താൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളും ആ സമരങ്ങളുടെ ഭാഗമായിട്ട് ജയിലിൽ പോയ കാര്യങ്ങളുമെല്ലാം സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ നീലലോഹിതദാസൻ നാടാർക്ക് ലൈംഗികാപവാദ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ദിവസം തന്നെയാണ്. നിയമസഭയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം ആരോപണങ്ങൾക്ക് ഇടയാക്കപ്പെട്ടിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും നിയമസഭയിൽ ഇന്ന് വന്നു എന്നുള്ളതും നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നുള്ളതും അതിൻ്റെ അർത്ഥം കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗികാരോപണ അപവാദങ്ങളുടെ മാനഹാനിയിൽ തലകുനിച്ച് വീടിനകത്ത് തന്നെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് പൊതുസമൂഹത്തിൽ ഇടപെടാൻ പോകുന്നു എന്നുള്ള ചില തന്ത്രപരമായ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ.